മദീനയിലെ ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു ആ അൻസാരിയായ സ്വഹാബി. അദ്ദേഹം താമസിക്കുന്ന ആ കുഞ്ഞു വീട് നിൽക്കുന്നത് ഒരു വലിയ മുതലാളിയുടെ ഈന്തപ്പനത്തോട്ടത്തിന്റെ ചരത്തായിരുന്നു. അതിലൊന്നിന്റെ ചില്ല ചാഞ്ഞു നിൽക്കുന്നത് ഈ പാവപ്പെട്ട അൻസാരിയുടെ വീട്ടുമുറ്റത്തേക്കും. പലപ്പോഴും അദ്ദേഹത്തിന്റെ മക്കൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയാൽ കാണുന്നത് മുറ്റത്ത് വീണ് കിടക്കുന്ന ഈത്തപ്പഴങ്ങളായിരിക്കും. വിശപ്പ് സഹിക്കാനാവാതെ വന്നാൽ ആ കുഞ്ഞു മക്കൾ പലപ്പോഴും അതെടുത്ത് കഴിക്കാറുണ്ടായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട മുതലാളി അവരെ ശക്തമായ രീതിയിൽ ചീത്ത പറയുകയും അവരുടെ കയ്യിൽ നിന്നും ഈത്തപ്പഴം തട്ടിപ്പറിക്കുകയും ഒരു വേള അവർ കഴിച്ചുകൊണ്ടിരിക്കെ അവരുടെ വായിൽ നിന്ന് ഈത്തപ്പഴം കൈയിട്ട് പുറത്തെടുക്കുക വരെ ചെയ്യുകയുണ്ടായി. ഈ സംഭവം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലെത്തി. കഥ കേട്ട് റസൂലിന് വല്ലാത്ത സങ്കടം തോന്നി. അവിടുന്ന് ആ മുതലാളിയെ വിളിപ്പിച്ച് തൻ്റെ അയൽവാസിയായ പാവപ്പെട്ട ആ മനുഷ്യന് ആ ഈന്തപ്പന നൽകാമോ എന്ന് പ്രവാചകൻ ആവശ്യപ്പെടുകയുണ്ടായി. പകരം നാളെ സ്വർഗലോകത്ത് വെച്ച് ഒരു ഈന്തപ്പന നൽകാമെന്നും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനം ചെയ്തു. പക്ഷേ താൽക്കാലികമായുള്ള ലാഭനഷ്ടങ്ങൾ കണക്ക് കൂട്ടിയ അദ്ദേഹം അതിനൊരുക്കമായില്ല. നൽകാനാവില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം പോകാൻ ഒരുങ്ങുകയായിരുന്നു. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു പ്രവാചകരുടെ അടുത്തേക്ക് ചെന്ന് പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് അദ്ദേഹത്തിന് നൽകാമെന്ന് പറഞ്ഞ സ്വർഗത്തിലെ ഈന്തപ്പന ഞാൻ അദ്ദേഹത്തിൽ നിന്നും ആ ഈന്തപ്പന വാങ്ങി നൽകിയാൽ എനിക്ക് നൽകാമോ? ഉടനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുന്നുണ്ട്, അതെ, തീർച്ചയായും നിനക്ക് ഞാനത് നൽകാം. മഹാനായ അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു ആ മുതലാളിയുടെ അടുത്തേക്ക് ചെന്ന് ഇങ്ങനെ പറയുകയുണ്ടായി, സഹോദര, നിങ്ങൾ ആ ഈന്തപ്പന എനിക്ക് വിറ്റാലും പകരം ഞാൻ നിങ്ങൾക്ക് എൻ്റെ 600ഓളം ഈത്തപ്പഴ മരങ്ങളുള്ള എൻ്റെ ഈന്തപ്പനത്തോട്ടം ഞാൻ നിങ്ങൾക്ക് തരാം. ഭൗതികമായ താല്പര്യങ്ങളിൽ മതിമറന്ന ആ വലിയ മുതലാളി അതിന് വേഗം സമ്മതിക്കുകയുണ്ടായി. അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു ഉടനെ തൻ്റെ തോട്ടത്തിലേക്ക് വേഗത്തിൽ ചെന്ന് അവിടെ ഈത്തപ്പഴം പെറുക്കിക്കൊണ്ടിരുന്ന തൻ്റെ ഭാര്യയോടും മക്കളോടും സ്വർഗത്തിനു പകരമായി ഈത്തപ്പഴത്തോട്ടം വിറ്റ കഥ അതിമനോഹരമായി വിവരിച്ചു. അള്ളാഹുവിനോടും അവിടുത്തെ റസൂലിനോടും അതിയായി ഇഷ്ടം വെക്കുന്ന ആ ഭാര്യയും മക്കളും ആ കഥ കേട്ട് വളരെയധികം സന്തോഷിച്ചു. ഈ വിവരമറിഞ്ഞ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതിലേറെ അതിയായി സന്തോഷിക്കുകയുണ്ടായി.